ഹായ് നമസ്കാരം. നമ്മളിന്ന് ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് 1 കപ്പ് പരിപ്പ്, 1 കൈപ്പിടി കൊച്ചുള്ളിയും 1 തക്കാളിയും കൂടെ 1 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിട്ട് 3 വിസിൽ കേൾപ്പിക്കുന്നു. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. ഇത് മെയിനായിട്ടും ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാമ്പാർ പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇത് വിസിലടിക്കാനായിട്ട് നമുക്ക് വെക്കാം. ആ വിസിലടിക്ക് വെയിറ്റ് ചെയ്ത ടൈം കൊണ്ട് നമുക്ക് പച്ചക്കറികളെല്ലാം വൃത്തിയാക്കി വെക്കാം. അപ്പോൾ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വീട്ടിലുള്ള പച്ചക്കറികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ കടുവറുക്കാൻ കൊച്ചുള്ളിയും നമ്മൾ കറിവേപ്പിലയും പച്ചമുളകും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് വിസിൽ കേട്ട് കഴിഞ്ഞു. തുറന്ന് നോക്കാം. എല്ലാം നല്ല വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിത് തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വൃത്തിയാക്കി വെച്ചിരുന്ന പച്ചക്കറി കഷ്ണങ്ങളിടാം. എപ്പോഴും സാമ്പാറിൽ അമരിക്കയും പൊട്ടറ്റോയും ഉപയോഗിക്കാൻ ശ്രമിക്കണം. അത് നല്ലൊരു ടേസ്റ്റ് തരും. മറ്റു കഷ്ണങ്ങളൊക്കെ ഇല്ലെങ്കിലും ഇന്നിപ്പോൾ ഞാൻ വെള്ളരിക്ക തോന്നിയിടുന്നതിൻ്റെ പുറത്ത് ഇനി ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറച്ചേ ചേർക്കുന്നു. നമ്മൾ ഈ പച്ചക്കറി കഷ്ണം ചേർത്തതിന് ശേഷം ഇതിനകത്ത് കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നു. കൂടാതെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കായവും. നമ്മൾ എത്ര കായമാണോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പകുതി ഇപ്പം ചേർക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒരു 3 വിസിൽ കേൾപ്പിക്കുന്നു. നമ്മളൊരു 1/4 സ്പൂൺ കായമാണ് ഇപ്പം ചേർക്കുന്നത്. നമ്മുടെ പച്ചക്കറിയൊക്കെ വിസിൽ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് കടുക് താളിക്കാം. കുക്കർ തുറന്നിട്ട് നമ്മൾ ആദ്യം ഒഴിക്കുന്നത് കടുക് താളിച്ചാണ്. അതിനുശേഷം കടുക് താളിച്ച് കുക്കർ തുറന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ കടുക് താളിച്ച ആ പാത്രത്തിലോട്ട് നമ്മൾ വേണ്ടുന്ന പൊടികളെല്ലാം ഇടുകയാണ് ചെയ്യുന്നത്. അതിനകത്തൊരു എണ്ണമയം ഉണ്ടായിട്ട് ആ പൊടി കരിയത്തില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ ആദ്യം കടുക് ഒഴിച്ചത്. ഇതിനകത്ത് ടീസ്പൂണാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും. എപ്പോഴും മല്ലിപ്പൊടി എടുക്കുന്നതിന് പകുതി എടുക്കുക മുളക് പൊടി. 1/4 സ്പൂൺ ജീരകം, 2 നുള്ള് ഉലുവാപ്പൊടി, 1/4 സ്പൂൺ കായപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് ഇത് ചെറിയ തീയിൽ കരിഞ്ഞു കൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഒന്ന് ചൂടാക്കി നമ്മൾ സാമ്പാറിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പൊടി നമ്മൾ സാമ്പാറിലിട്ട് മിക്സ് ചെയ്ത് ചെറിയതായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ സാമ്പാർ റെഡിയായി കഴിഞ്ഞ് നമുക്കിനി ചോറിൻ്റെ കൂടെ സാമ്പാർ കൂട്ടാം.